നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Shall we all stand up and worship the Lord in the true spirit and the truth? നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കുകയും വണങ്ങുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് നമുക്ക് മലയാളം ഭാഷ മനസ്സിലാകാത്ത കുറച്ച് സഹോദരങ്ങളിലൂടെ ഉണ്ട്. സോ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ സംസാരിച്ചാലേ അവർക്കും കൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് അങ്ങനെ ഒരനുഗ്രഹമായിട്ട് തീരട്ടെ. So today we have another people are joining from non-Malayalam, so we need to repeat in English also. So let us worship the Lord for few seconds. നമുക്ക് ചില മിനിറ്റുകൾ ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. When we are understanding and worshiping God, we need to understand three things. One is God is the revealing of God is revealed into us into three personalities, three distinctions. Those are Father, Son and Holy Spirit. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിങ്ങനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്ന് വ്യക്തിത്വങ്ങളാണ്, മൂന്ന് ആളത്വങ്ങളാണ്. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല പിതാവ്. മൂന്ന് ആളത്വങ്ങളാണ്, ത്രീ പേഴ്സൺസ് ആണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. മൂന്ന് വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാണ് ആ മൂന്ന് വ്യക്തിത്വങ്ങൾ? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. So when we are worshiping God, we have to worship Father, Son and Holy Spirit. Then only our worship is complete. Father is loving Jesus unconditionally. Jesus is loving Father unconditionally. Jesus and Holy Spirit is loving Father. Holy Spirit and Jesus is loving Father. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു, പുത്രനും പരിശുദ്ധാത്മാവും പിതാവിനെ സ്നേഹിക്കുന്നു. അങ്ങനെ പരമമായ സ്നേഹത്തിൻ്റെയും ദിവ്യമായ കൂട്ടായ്മയുടെയും ആ വലിയ വലയമാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കേണ്ടത്? പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit, Lord God, we worship you. We worship you, oh Holy Trinity. Hallelujah. So നമ്മൾ കൈ അടിച്ച് let's clap and worship the Lord for few minutes. This is a song we are going to sing. Father God, we worship you. Son Jesus, we worship you. Holy Spirit, Lord God, worship you. We worship you, oh Holy Trinity. പിതാവാം ദൈവത്തിന് ആരാധന. പറഞ്ഞേ, പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, പരിശുദ്ധാത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit, Lord God, worship you. Worshiping the Holy Trinity. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit, Lord God, worship you. Worshiping the Holy Trinity. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധന. ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. We worship you, hallelujah. We worship you, hallelujah. Aradhana, hallelujah. Aradhana, hallelujah.
Son Jesus, we worship you. Holy Spirit, God, we worship you. Worshiping the Holy Trinity. Holy Trinity, we worship you. Come on, lift your both hands up. രണ്ട് കൈകളെ ഉയർത്തി ചേർത്തടിച്ച്. Oh, thank you, Holy Spirit. Thank you, Father. Oh, thank you, Jesus. Love of the Father, grace of our Lord Jesus, communion of the Holy Spirit. Hallelujah, 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 hallelujah. Father is a representation of love. Jesus is always for us with His grace, communion of the Holy Spirit. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. നമുക്ക് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം. നന്നായിട്ട് ശബ്ദമുയർത്തി പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം. Love of the Father. Love of the Father. പുത്രനായ യേശുവിന്റെ കൃപ. പുത്രനായ യേശുവിന്റെ കൃപ. Grace of our Lord Jesus. പരിശുദ്ധാത്മാവിന്റെ സഹവാസം. പരിശുദ്ധാത്മാവിന്റെ സഹവാസം. Communion of the Holy Spirit. Communion of the Holy Spirit. Hallelujah. 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 Mother of God is praying for us. Saint Joseph is praying for us. And all the saints, when we are in this Vincentian Ashramam, Vincent de Paul is praying for us. നമുക്കിന്ന് സകല വിശുദ്ധരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതാ ശക്തമായ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ, ഭാഗ്യപ്പെട്ട യോസേപ്പ് പിതാവ്, ഈ വിൻസെന്റ് ഡി പോൾ ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ വിൻസെന്റ് ഡി പോളിന്റെ വിശേഷമായ പ്രാർത്ഥന സകലത്തെയും സ്വീകരിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Hail Mary, full of grace, Lord is with thee. Blessed art thou among women. Blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and the hour of our death. Amen. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷകളുടെ ആമേൻ. The name of the Father and of the Son and of the Holy Spirit. Amen. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇരിക്കാം. Please be seated. Hallelujah. Hallelujah. So we are in a teaching, തുടർമാനമായുള്ള ഒരു പഠിപ്പീരിൻ്റെ പരമ്പര ഇൻ്റർനെറ്റിലൂടെയും ഷാലോം ടി വിയിലൂടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് അത് ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ഒക്കെ പങ്കെടുക്കുന്നതെന്ന് അറിയില്ല. തുടർമാനമായി വ്യാഴാഴ്ചകളിലും അത് സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ ഇവിടെ ലഭിക്കുകയാണ്. This is a continuous teaching on praying in the spirit. Praying in the spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതിൻ്റെ തുടർമാനമായ ഒരു പഠന പരമ്പരയുടെ ക്ലാസ്സുകളാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തുകൊണ്ട് why we should pray in the spirit? When more we are understanding എന്തുകൊണ്ടാണ് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത്? ആത്മാവിലുള്ള ഒരു ജീവിതമാണ് ഈശോയിൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം. The life we have received is the life in the spirit. So praying in the spirit, walking in the spirit, fighting in the spirit, everything in the spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പാടുക, ആത്മാവിൽ യുദ്ധം ചെയ്യുക, ആത്മാവിൽ നടക്കുക, ഇങ്ങനെ യേശുവിലുള്ള നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മ ബന്ധിതമായി നാം ജീവിച്ചു തീർക്കേണ്ടിയ ജീവിതമാണ്. ഹല്ലേലൂയ. Because we are born of the spirit. നമ്മൾ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് ഇനിയൊരു ജീവിതമുള്ളത് ആത്മാവിലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. The life we have in Christ is a life in the spirit, not in the flesh. ജഡത്തിലുള്ള ശരീരത്തിലുള്ള ഒരു ജീവിതമല്ല ഇനി നമുക്കുള്ളത്, മറിച്ച് ആത്മാവിലുള്ള ജീവിതം. എ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിലുള്ള ജീവിതം. കൈ ഉയർത്തി പറഞ്ഞേ, ആത്മാവിലുള്ള ജീവിതം. ആത്മാവിലുള്ള ജീവിതം. All of you say life in the spirit. Life in the spirit. Hallelujah. Hallelujah. So this verse is very important when you are understanding this concept of life in the spirit, living in the life in the spirit. ആത്മാവിൽ ജീവിക്കുക എന്നുള്ള ചിന്ത വരുമ്പോൾ ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്.
John chapter 3. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം ഇംഗ്ലീഷിൽ, 2-ാമത്തെ വചനം 3-ാമത്തെ വാക്യം മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 2-ാമത്തെ വചനം. യോഹന്നാൻ 3:3. യോഹന്നാൻ 3:3. യെസ്. യേശു പറഞ്ഞു, യെസ്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല. John chapter 3:3. Jesus answered them, verily I tell you, no one can see the kingdom of God without being born from above. വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, ഒന്ന് മലയാളത്തിൽ ഉച്ചത്തിൽ വായിച്ചു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യെസ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം, unless and until you born again, born from above, born again, you cannot enter into the kingdom of God. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. Hallelujah. So one thing Jesus is pointing here is you have to born again. We have to born again. ഇവിടെ ഒരു കാര്യം ഈശോ എടുത്തു പറയുന്നു, നമുക്ക് പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. പ്രൊട്ടസ്റ്റന്റുകാര്, പെന്തക്കോസ്ത സഹോദരങ്ങള്, കത്തോലിക്കരെ എന്നല്ല ആരെ കാണുമ്പോഴേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്, നിങ്ങൾ പുതുതായി ജനിച്ചവരാണ്. Most of the Protestant believers will ask this question to all the Catholics. When I was a Protestant pastor, I used to ask the same question, are you really born again or not? Then immediately the Catholics will fall in a confusion whether I am born again or not. ഈ ചോദ്യം ചോദിക്കുന്ന ഉടനെ കത്തോലിക്കരായ സഹോദരങ്ങൾ വലിയൊരു സംശയത്തിലാകും, ഞാൻ വീണ്ടും ജനിച്ച ആളാണോ? അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ലല്ലോ, അല്ലെ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. എന്നാൽ യഥാർത്ഥമായിട്ട് വീണ്ടും ജനിച്ചത് കത്തോലിക്ക സഭയിലുള്ള ദൈവത്തിന്റെ മക്കളാണ്. Hallelujah. The real born again Christians are the Catholics. How can I say that? How can I say that? This is the only church believes there will be born again through the water and spirit. ഈ സഭയാണ് ലോകത്തിലുള്ള ഏക സഭ പരിശുദ്ധ മാമോദീസയിലൂടെ വീണ്ടും ജനനം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഏക സത്യസഭ. Hallelujah, hallelujah, hallelujah. Born again through the water, getting birth again through the water and spirit. വീണ്ടും ജനനം ആത്മാവിലും വചനത്തിലൂടെയും, വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് മാമോദീസയുടെ സമയത്ത് ഒരു പുരോഹിതൻ റൂഹാഷ്ണ പ്രാർത്ഥന നടത്തുന്നത്? Why the priest is praying the coming of the Holy Spirit during the baptism? Why the priest is expecting the Holy Spirit during the baptism? Baptismal water, over baptismal water, priest is praying for the coming of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി പുരോഹിതൻ റൂഹാഷ്ണ പ്രാർത്ഥന നടത്തുകയാണ് മാമോദീസയുടെ വേളയിൽ. എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ആദിയെങ്കിൽ സൃഷ്ടിപ്പിന്റെ സമയത്ത് വെള്ളത്തിന്മേൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഈ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച് ഈ മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിയെ നവമായ പുതുജനനത്തിലേക്ക് നയിക്കുന്നു എന്ന് സഭയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് മാമോദീസയിൽ റൂഹാഷ്ണ പ്രാർത്ഥനയിൽ ജലത്തിന്മേൽ പരിശുദ്ധാത്മാവ് വരുവാനായി പ്രാർത്ഥിക്കുന്നത്. Hallelujah. In the beginning, upon the water, the Spirit of the Lord was moving in the beginning. We read in Genesis chapter 1. Similarly, in the baptism, but in the baptismal water, priest is praying for the coming of the Holy Spirit. What is the belief of the church for 2024 years? Church always believed baptism is born again is baptism. Hallelujah. So we don't have any doubt today. നമുക്കിന്ന് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. വീണ്ടും ജനിച്ചവരാണോ നമ്മളാണ് വീണ്ടും ജനിച്ചവർ. Hallelujah. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്തു. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എടുത്ത് നിങ്ങൾ പഠിച്ചാൽ അവിടെ കൊടുത്തിരിക്കുന്ന ക്രോസ് റെഫറൻസുകളുണ്ട്. Footnotes എന്ന് പറയും. Footnotes. When you go through the catechism of the Catholic Church in the baptismal area, in the baptism area, you can see the footnotes. Those footnotes is taken from where? John chapter 3 verses 3. Hallelujah. What is that? Church is believing
Baptism is born again and born again is baptism. Hallelujah. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മാമോദീസയുടെ ഭാഗം വിശദീകരിക്കുമ്പോൾ അവിടെ അടിയിൽ എഴുതിയിരിക്കുന്ന നോട്ടിൽ കൊടുത്തിരിക്കുന്ന വചനം ഏതാണെന്നറിയോ? ഇപ്പം നമ്മൾ വായിച്ച വചനമാണ്. ഏതാണ്? യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ സഭ നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിക്കുകയാണ് മാമോദീസയിലൂടെ വീണ്ടും ജനനം നടക്കുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, മാമോദീസയിലൂടെ through the baptism we are born again. We got new birth, new life in Christ. ക്രിസ്തുവിലുള്ള പുതിയ ജനനം മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, നീ വീണ്ടും ജനിച്ച ആളാണ് കേട്ടോ. Turn to your neighbor and greet each other and say, you are born again. You are already born again when you got baptized. Hallelujah. You are already baptized. When you are baptized, you are born again. നിങ്ങൾ വീണ്ടും ജനിച്ച ആളാ കേട്ടോ. ഇനി വീണ്ടും ജനിച്ച ആളാണോ എന്ന് ചോദിക്കുമ്പം പുറകോട്ട് താഴണ്ട, നന്നായിട്ട് ഉയർന്ന് പറഞ്ഞു, യെസ് ഐ ആം, ഞാൻ വീണ്ടും ജനിച്ച ആളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പാസ്റ്റർ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഈ ജലാശയങ്ങളിൽ ഇങ്ങനെ സ്നാനം കൊടുക്കും. ജലാശയങ്ങളിൽ സ്നാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ 200 പേര്, 400 പേര്, 500 പേർക്കെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം കൊടുക്കും. അപ്പോൾ ഞങ്ങൾ 3000 പേർക്കൊക്കെ സ്നാനം കൊടുത്തിട്ടുള്ള കൺവെൻഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഭയുടെ വിശ്വാസം പഠിക്കുവാനായിട്ട് തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയാമോ? ഈ ഒരൊറ്റ സ്നാനമേ ഉള്ളൂ. ആ സ്നാനം പരിശുദ്ധ മാമോദീസയിലൂടെ സംഭവിക്കുന്നതാണ്. വെള്ളത്താലും ആത്മാവിനാലുമുള്ള സ്നാനം, അതാണ് മാമോദീസ. ഹല്ലേലൂയ. This is the born again what Bible talks about. It is from John chapter 3 verses 3. When you are born of the water and the spirit, water and the spirit, water and the spirit, and the spirit of the Lord is coming upon the water, and you are getting new birth in Christ, the new born again. പുതിയ ജനനം, ക്രിസ്തുവിലുള്ള പുതിയ ജനനം. വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചിട്ട് വചനവും വെള്ളവും ഒന്നായി ചേർന്ന് സംഭവിക്കുന്ന അത്യപൂർവമായ മാമോദീസയുടെ അനുഭവം. കൈ അടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ്. സോ വെൻ യു ആർ ബോൺ അഗെയിൻ, യു ആർ ബോൺ ടു എ ന്യൂ കിങ്ഡം. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ ഒരു പുതിയ രാജ്യത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. അതാണ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 3. ഒന്നുകൂടെ അത് 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യേശു പറഞ്ഞു, സത്യം സത്യമായി, verily verily I tell you, I say unto you, ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല. No one can see the kingdom of God without being born from above. So when you are born from above, you are entering into a new kingdom. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കുക. വീണ്ടും ജനിക്കുമ്പോൾ മാമോദീസയിലൂടെ നമ്മൾ ഒരു പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Hallelujah. When you are born again in the baptism, you are entering into a new kingdom. Hallelujah. From the kingdom of darkness into the kingdom of his dear son Jesus. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ കർത്താവിന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. That's why this question is relevant during the baptism. Willingly are you leaving Satan or not? പിശാചിനെയും അവന്റെ പ്രവർത്തികളെയും ഉപേക്ഷിക്കുവാൻ നീ താല്പര്യപ്പെടുന്നുവോ? ഹല്ലേലൂയ. കണ്ടോ, മാമോദീസയിലെ റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിശാചിനെയും അവന്റെ പ്രവർത്തികളെയും. കണ്ടോ, സാത്താനെ ഉപേക്ഷിക്കുവാൻ നീ താല്പര്യപ്പെടുന്നു. പല ഫോമിലുണ്ടത്. എന്താണ് പറയുന്നതിന്റെ അർത്ഥം? ഒരു രാജ്യത്തിൽ നിന്ന് ഇറങ്ങുന്നു, മറ്റൊരു രാജ്യത്തിൽ കയറുന്നു. ഹല്ലേലൂയ. This question you can hear during the baptismal ceremony, during the baptismal sacrament. You know what is that? Are you willingly leaving Satan? That means you are entering into God's kingdom and you are leaving Satanic kingdom.
This happens when you are getting baptized. ഇതാണ് പരിശുദ്ധ മാമോദീസയിൽ സംഭവിക്കുന്ന അമൂല്യമായ സത്യം. എന്താണ് അമൂല്യമായ സത്യം? സാത്താനെയും അവൻ്റെ രാജ്യത്തെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ്റെ ചെയ്തികളെയും ഞാൻ ഉപേക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ രാജ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇനി നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. John chapter 3 verse 3. Read it again. Jesus answered, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ല. No one can see the kingdom of God without being born again. So when you are born again, you are seeing the kingdom of God because you are in the kingdom of God. ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു, ദൈവരാജ്യം നിങ്ങൾ കാണുന്നു, ദൈവരാജ്യത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ഈശോയുടെ പ്രാർത്ഥന. അങ്ങയുടെ രാജ്യം വരണമേ. കൈ ഉയർത്തി എന്ന് പറഞ്ഞ് അവർ ഹെവൻലി ഫാദർ. എങ്ങനെയാ പ്രാർത്ഥന? അവർ ഹെവൻലി ഫാദർ, hallowed by thy name, then thy kingdom come. അങ്ങേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ച്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അടുത്ത തന്നെ അങ്ങയുടെ രാജ്യം വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. The third thing, first one we are calling him heavenly father. The second one, his name be lifted up. Then the third one, what is the third one we are praying in the Lord's prayer? Thy kingdom come. Where it has to come? എവിടെ അത് വരണ്ടേ? മൂന്നാമത് നമ്മൾ കർത്തൃപ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അങ്ങയുടെ രാജ്യം വരണേ. ഹല്ലേലൂയ. അങ്ങയുടെ രാജ്യം എവിടെ വരുന്നത്? അങ്ങയുടെ രാജ്യം ഇന്ത്യയിലല്ല വരുന്നത്, ഇന്ത്യയിലുള്ള എന്നിലാണ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. His kingdom is not coming to India, but the kingdom is coming inside those who are in India. ഹല്ലേലൂയ. എന്താ അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ദൈവരാജ്യം വരികയാണ്. എവിടെയാ ദൈവരാജ്യം വരുന്നത്? അങ്ങയുടെ രാജ്യം വരുന്നത് എൻ്റെ ഹൃദയത്തിലാണ്, എൻ്റെ ഉള്ളത്തിലാണ്. അതാണ് യേശു പറയുന്നത്, മൈ കിങ്ഡം, മൈ കിങ്. അതാണ് യേശു പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന്. മൈ കിങ്ഡം ഇസ് നോട്ട് ഫിസിക്കൽ, മൈ കിങ്ഡം ഇസ് സ്പിരിച്വൽ. എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? എൻ്റെ രാജ്യം ആത്മീകമാണ്, ആത്മാവിൽ വരുന്നതാണ്, ആത്മാവിലെ ഒരു നവമായ അനുഭവമാണ്. കൈയടിച്ചൊന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ. So life in the kingdom. Hallelujah, 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 hallelujah. Through the baptism, you got the privilege to enter in the kingdom life. ദൈവരാജ്യത്തിലേക്ക് മാമോദീസയിലൂടെ ദൈവരാജ്യത്തിൻ്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാൻ ഈ ഒന്ന് പറഞ്ഞേ, പരിശുദ്ധ മാമോദീസയിലൂടെ, വിശുദ്ധ മാമോദീസയിലൂടെ, എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, പരിശുദ്ധ മാമോദീസയിലൂടെ, പരിശുദ്ധ മാമോദീസയിലൂടെ ദൈവരാജ്യത്തിലെ ജീവിതം ജീവിക്കാൻ, ദൈവരാജ്യത്തിലെ ജീവിതം ജീവിക്കാൻ എനിക്ക് കഴിയും. നന്നായിട്ട് കൈ ഉയർത്തി പറഞ്ഞു, പരിശുദ്ധ മാമോദീസയിലൂടെ, പരിശുദ്ധ മാമോദീസയിലൂടെ ദൈവരാജ്യത്തിലെ ജീവിതം ജീവിക്കാൻ, ദൈവരാജ്യത്തിലൂടെ ജീവിതം നയിക്കാൻ എനിക്ക് കഴിയും. Through the baptism I can live a life in the kingdom of God. Hallelujah. Because you are born from above and you are in the kingdom of God. നിങ്ങൾ ദൈവരാജ്യത്തിൽ ജനിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൽ ജനിച്ച നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കാൻ കഴിയും. കൈയടിച്ചൊന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. What is the life of the kingdom? എന്താ ദൈവരാജ്യത്തിലെ ജീവിതം എന്നറിയാമോ? വേഴ്സ് നമ്പർ 8, ജോൺ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 8, 8ാമത്തെ വചനം, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8ാമത്തെ വചനം. യോഹന്നാൻ 3:8. John chapter 3 verses 8. There it is explained what is the life in the kingdom, what is the standard of the life in the kingdom. അത് വിശദീകരിക്കുകയാണ് 3:8. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. The wind blow where it chooses. അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. And you hear the sound of it. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ, and you do not know where it comes, എവിടേക്ക് പോകുന്നെന്നോ, from where it goes, നീ അറിയുന്നില്ല. Yes. Next word. അടുത്ത ഭാഗം. ഇതുപോലെയാണ്. So it is with everyone who is born of the Spirit. Born of the Spirit. മലയാളത്തിൽ അത് വായിച്ചു. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതുപോലെയാണ്. ഏതുപോലെയാണ്? John chapter 3 verses 8. John chapter 3 verses 8. കാറ്റ്, wind blows where it chooses, and you hear the sound of it, but you do not know where it comes and where it goes. So it is with everyone who is born of the Spirit. Is like a wind.
Everyone who born of the Spirit is like a wind. ആത്മാവിൽ ജനിക്കുന്ന ഏവനും കാറ്റുപോലെയാണ്. എവിടുന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. ഹല്ലേലൂയ. മാമോദീസ സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ ജനിച്ച ഓരോ മക്കളും കാറ്റുപോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നുവെന്ന് ആരും അറിയുന്നില്ല. അവനെ ബന്ധിക്കണമെങ്കിൽ അവൻ എവിടുന്നാ വരുന്നതെന്ന് അറിഞ്ഞിട്ട് വേണേ അവനെ ബന്ധിക്കാൻ. ഹല്ലേലൂയ. അവനെ ഒതുക്കണമെങ്കിൽ അവൻ എവിടുന്നാ വരുന്നതെന്ന് അറിഞ്ഞിട്ട് വേണേ അവനെ ഒതുക്കാൻ. അവന്റെ റൂട്ട് മാപ്പും പിശാചിന്റെ കയ്യിൽ ഇല്ല. കൈയടിച്ച് സ്തുതിച്ചോ. Everyone, those who born of God is like a wind, and we don't know where the wind starts. We don't know where the wind ends, but we always hear the sound of the wind. Everyone, those who born of God is like a wind. No one knows your origin. They cannot stop you. They cannot prevent you. They cannot make you hindrance on your ways. You know why? You are like a wind because you are born from above. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഉയരത്തിൽ നിന്ന് ജനിച്ചവൻ കാറ്റുപോലെയാണ്. എവിടുന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആരും അറിയുന്നില്ല. Hallelujah. 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 You are like a wind. Hallelujah. ഇതാണ് നിങ്ങൾ കാറ്റ് പോലെയാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈവിട്ട് പറഞ്ഞേ, നിങ്ങൾ കാറ്റ് പോലെയാണ്. കാറ്റ് പോയെന്നല്ല പറയണ്ടേ, നിങ്ങളുടെ കാറ്റ് പോയെന്നല്ല പറയണ്ടേ. ആളെ തൊട്ട് വെറുതെ പറഞ്ഞേക്കട്ടെ നിങ്ങളുടെ കാറ്റ് പോയെന്ന്. Greet each other and say you are like a wind. You are like a wind. We hear the sound of the wind. Wind choose where it want to blow. Wind blow where it chooses. No one knows where it starts. No one knows where it goes. But we hear the sound of it. We hear the sound of it. നമ്മളതിൻ്റെ ശബ്ദം കേൾക്കുന്നു. എവിടുന്നാ വരുന്നത് എങ്ങോട്ടാ പോകുന്നതെന്ന് ആരും അറിയുന്നില്ല. Everyone, ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന പരിശുദ്ധ മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന ഓരോ മക്കൾ ഇങ്ങനെയാണെന്നാണ് യോഹന്നാൻ സുവിശേഷം 3:8 പറയുന്നത്. ഞാൻ അങ്ങനെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് കൈയടിച്ച് സ്തുതിച്ചോ. ഹല്ലേലൂയ. If you are sure that you are like a wind, get up and give thanks to the Lord for a few minutes. Get up and give thanks to the Lord for a few minutes. I am like a wind. Hallelujah, 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 hallelujah. Everyone, those who got the baptism sacrament, you are like a wind. നീ ഒരു കാറ്റ് പോലെയാണ്. നീ ഒരു കാറ്റ് പോലെയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:8 ഒന്നുകൂടെ വായിക്കാം. നിന്നോണ്ട് കേൾക്കണം, നിന്നോണ്ട് കേൾക്കണം. John chapter 3 verse 8. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. Wind blows where it chooses. അതിന്റെ ശബ്ദം നീ We കേൾക്കുന്നു. hear the sound of it. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നു, We don't know where it comes. എവിടേക്ക് പോകുന്നു, We don't know where it goes. നീ അറിയുന്നില്ല. Yeah. ഇതുപോലെയാണ് Similarly, same way, ആത്മാവിൽ ജനിക്കുന്ന everyone, those who are born from above, is similarly like a wind. Hallelujah, hallelujah, hallelujah. കാറ്റ് എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നെന്ന് ആരും അറിയുന്നില്ല. പക്ഷെ എൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെയാണ് വീണ്ടും ജനിച്ചവൻ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മന്ത്രവാദിക്ക് നിന്റെ റൂട്ട് മാപ്പ് മനസ്സിലാക്കിയിട്ട് വേണ്ട നിനക്കെതിരെ മന്ത്രവാദം ചെയ്യാൻ. ആഭിചാരം ചെയ്യുന്നവന് നിന്റെ റൂട്ട് മാർക്ക് മനസ്സിലാക്കിയിട്ട് വേണ്ട നിനക്കെതിരെ ആഭിചാരം ചെയ്യാൻ. Any superstitious work, even if they want to do against you, they want to know first the route map. Where are you going? Where are you heading? Where you start? You are like a wind. No one knows where did you start. No one knows where are you going. So they don't know your beginning and the way you move. Your route map is not given to any Satan. That's why no one can stop you. You are the most powerful in the kingdom of God because you are born from above. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. Someone is doing some superstitious works against me. Somebody is doing witchcraft against me. Some evil eyes are against me. No evil eyes can follow you because no route map is given to any evil or any evil eye. ഒരു ദുഷ്ട കണ്ണുകൾക്കും ഒരു കണ്ണിന്റെ ദോഷത്തിനും നിന്നെ പിന്തുടരാൻ പറ്റത്തില്ല.
കാരണം ഒരു കണ്ണിന്റെ ദോഷത്തിലെ പിശാചിനും നിന്റെ റൂട്ട് മാപ്പ് അറിയത്തില്ല. ഹല്ലേലൂയ. നീ എവിടുന്നാ വരുന്നതെന്നും എങ്ങോട്ടാ പോകുന്നതെന്നും അറിയില്ല. ഇതാണ് മാമോദീസ സ്വീകരിച്ചവന്റെ ഐഡന്റിറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധ മാമോദീസ സ്വീകരിച്ചവന്റെ ജീവിതം. കൈയടിച്ച് സ്വീകരിച്ചോ. ഏതെങ്കിലും തരത്തിൽ പൈശാചിക ഉപദ്രവങ്ങളുടെ കീഴിൽ നിങ്ങൾ അടിയറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിന്നിലുള്ള മാമോദീസയുടെ ചൈതന്യം സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ, ഹല്ലേലൂയ. No devil can stop you. No devil can make any hindrance against you. Whatever you want, you will get it. The way you choose to be, you will be prosper. Hallelujah. നീ കണ്ടെത്തുന്ന വഴിയിൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. കൈവെക്കുന്നിടത്തെല്ലാം നീ പിടിച്ചടക്കും. ഹല്ലേലൂയ. കേറി വാഴാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നാം മനുഷ്യനായ ആദത്തോട് പറഞ്ഞു, when he created the first man Adam, it is the commandment of God, rule over, dominion over it. സകലത്തിന്റെ മേലും വാഴുക, സകലത്തെയും ഭരിക്കുക. ഇതാണ് ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വാക്ക്. ഇതിന് ചെറുതൊന്നും പിടിക്കരുത്, ഇതിൽ കുറഞ്ഞൊന്നും അംഗീകരിക്കരുത്. എവിടെ നീ കട തുറന്നാലും നീ അനുഗ്രഹം അനുഭവിക്കും. എവിടെ നീ ബിസിനസ് ചെയ്താലും നീ അനുഗ്രഹം അനുഭവിക്കും. എന്താ കാര്യം? പരിശുദ്ധ മാമോദീസയിലൂടെ നീ വീണ്ടും ജനിച്ചവനാണ്. ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഉയരത്തിൽ നിന്ന് ജനിച്ചവൻ കാറ്റുപോലെയാണ്. അവൻ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Everyone, those who are born of the Spirit, it's like a wind. It's like a wind, and he does not know where he comes. He does not go where he goes. He's like a wind. Now the wind start blowing in the midst of us. നമ്മുടെ ഇടയിലേക്ക് ആ കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിലേക്ക് ആ കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കണം. നിന്റെ ആത്മാവിൽ നിന്നൊരു ഉയർത്തുണ്ടാകണം. ഇങ്ങനെ പോകേണ്ടവനല്ല നീ. ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടവനല്ല നീ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah. Praise him. Praise the Lord. Praise the Lord. Praise the Lord. Praise him for some time. Lift your both hands. രണ്ട് കൈ ഉയർത്തി പിടിച്ച്. Let us praise the Lord for some time. Hallelujah, hallelujah. See your identity. This is you. ഇതാണ് നീ. This is you. Everyone, those who are born of God, everyone, those who have gone through the sacrament of baptism, you are born in the kingdom of God. നീ ദൈവരാജ്യത്തിൽ ജനിച്ചവനാണ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. When I'm praying for you, brother, I'm seeing brother Stephen അങ്ങോട്ട് ചെന്ന് ആ സഹോദരനെ more than 14 years, 14-ലധികം വർഷം നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും നിന്നെ വിട്ടു പോവുകയാണ് സഹോദരൻ. അതിന് മുമ്പിലത്തെയാണ്. യെസ്, ആ സഹോദരനോട് പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചു. യെസ്, more than 14 years, all the bondages of the devil is leaving you, brother, now. 14 years of torture of the devil is leaving you now. Hallelujah. Hallelujah. You need to know the importance of the sacrament of baptism, what you have received. നീ സ്വീകരിച്ച പരിശുദ്ധ മാമോദീസയുടെ ചൈതന്യം നീ അറിയണം. Oh, look at this. That evil spirit is leaving him now. Because this is a realization. This is a realization. 14 വർഷം നിന്നെ വരിഞ്ഞു മുറുക്കിയ സകല ശക്തികളും നിന്നെ വിട്ട് അഴിയുകയാണ്. All that was binding you for 14 years is relieving you now. Because you got the conviction. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. You got the conviction. ഹല്ലേലൂയ, ഹല്ലേലൂയ. You got the understanding now. Everyone, those who born of God, is living a life in the kingdom. ദൈവരാജ്യത്തിലെ ജീവിതം ജീവിക്കുന്നവരാണ്
അങ്ങനെ ജീവിക്കുന്നവന്റെ റൂട്ട് ഒരു പിശാചിനും അറിയില്ല. നിന്നെ വഴിയിൽ തടയാൻ ഒരു ശക്തിക്ക് പറ്റില്ല. ബന്ധനങ്ങൾ അഴിയുകയാണ്. നിന്നെ വഴിയിൽ തടഞ്ഞ എല്ലാ ശത്രുവിനോടും ഇന്ന് പകരം ചോദിക്കണം. നിന്റെ വഴിയിൽ നിന്റെ നന്മകളെ അപഹരിച്ച എല്ലാ പിശാചുക്കളോടും ഇന്ന് പകരം ചോദിക്കണം. We have to take revenge over all the devil who has stopped you in your ways. And today is the time. നിനക്ക് റിസൾട്ട് ഇല്ലാതാക്കിയ, നിന്റെ ഭാവിയെ ഇല്ലാതാക്കിയ, നിന്റെ സമ്പത്തിനെ അപഹരിച്ച, നിന്റെ സമാധാനത്തെ അപഹരിച്ച, നിന്റെ ശരീരത്തെ രോഗം കൊണ്ട് ബന്ധിച്ച, മദ്യാസക്തിയിൽ നിന്നെ ബന്ധിച്ചിട്ട, മയക്കുമരുന്നിന്റെ ആസക്തികളിൽ നിന്നെ അടിച്ചൊതുക്കിയ, we have to take a revenge against the devil today. No longer we are compromising with the devil. Because you are in the kingdom of God and you are born from above. നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് ജനിച്ചവരാണ്, ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഉയരത്തിൽ നിന്ന് ജനിച്ചവൻ കാറ്റ് പോലെയാണ്. അവൻ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും അറിയത്തില്ല. കാറ്റിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കരുത്. കാറ്റിനെ തടയാൻ നിർത്തുന്നതിനെ കൊണ്ട് കാറ്റ് പോകും. അതുപോലെയാണ് വീണ്ടും ജനിച്ചവൻ. അതുപോലെയാണ് Hallelujah, 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 hallelujah. The time has come. I'm telling you, the time has come. നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സകല ശക്തികളും നിന്നെ വിട്ടുപോകുകയാണ്. ഒന്ന് നിൽക്കുന്ന നിപ്പിൽ ഇതൊന്ന് വായി തുറന്ന് പറഞ്ഞു, ഞാൻ മാമോദീസ സ്വീകരിച്ചവനാണ്. ഞാൻ മാമോദീസ സ്വീകരിച്ചവനാണ്. ഞാൻ ദൈവരാജ്യത്തിലെ വ്യക്തിയാണ്. ഞാൻ ദൈവരാജ്യത്തിന്റെ വ്യക്തിയാണ്. ഞാൻ കാറ്റ് പോലെയാണെന്നാണ് യോഹന്നാൻ 3:8 പറയുന്നത്. ഞാൻ കാറ്റ് പോലെയാണെന്നാണ് യോഹന്നാൻ 3:8 പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. I don't know how many ministers are attending this service, but I'm telling all the ministers, those who are preaching and teaching laymen, I'm telling you, you are like a wind. ഇവിടെയുള്ള ശുശ്രൂഷകരോട് ഇത് പറയാൻ ഇപ്പൊ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. അവരോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ കാറ്റ് പോലെയാണ്. നിങ്ങളെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. What's your name, brother? What's your name? Jason. 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 Oh, Jason. നീ രക്ഷപ്പെട്ടു മകനെ. You are saved today, brother. Oh, still the power of God is moving. Oh, Jesus. God's power. Many demons are attacking him for 14 years. One by one, everything is leaving him. ഓരോന്നായിട്ട് അഭിഷാചിന്റെ പ്രവർത്തികൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. കൈയടിച്ചൊന്ന് സ്തുതിച്ചു, നന്നായിട്ട് കൈയടിച്ച് സ്തുതിച്ചു. Oh, hallelujah, hallelujah. Let us give thanks to the Lord. 14 years of devil's torture. He's living one after another. Not only to this brother, but to all those who are joining the service, online and offline, no problem. You are receiving the touch from above because you are born from above. നീ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാണ്. നീ കാറ്റ് പോലെയാണ്. Hallelujah, hallelujah, hallelujah. ഒന്ന് ഐഡന്റിറ്റി ഒന്ന് വായി തുറന്ന് പറഞ്ഞേ. ഒന്ന് ഐഡന്റിറ്റി ഒന്ന് വായി തുറന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പദവി ഉണ്ടെങ്കിൽ, പ്രശ്നത്തിലാകുമ്പം ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് ആ പദവിയായിരിക്കും. ശരിയോ തെറ്റോ? 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 നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പദവി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്ന ആ പദവിയായിരിക്കും. നിങ്ങളൊരു പോലീസ് പിടിച്ചാൽ നിങ്ങൾ ആദ്യം വെളിപ്പെടുത്തുന്ന ഐഡന്റിറ്റി ആയിരിക്കും. ഞാൻ ജില്ലാ കളക്ടറാണ് കേട്ടോ, ഞാൻ വാർഡ് മെമ്പറാണ് കേട്ടോ, ഞാൻ MLA ആ കേട്ടോ, അതല്ലേ പറയുന്നത്. ഞാൻ MP ആ കേട്ടോ, ഞാൻ MPയുടെ PA ആ കേട്ടോ, ഞാൻ MPയുടെ ഡ്രൈവർ ആ കേട്ടോ. Hallelujah. Whenever you are caught up, whenever somebody is stopping you, first thing, what are you doing? You will reveal your identity. Some influence you have. What are you going to show? Some influence you have. I am the driver of member of parliament. What is that? I am the driver of the member of parliament. I am the driver of MLA. Yesterday someone was approaching me by saying, I am the driver of the MLA. Hallelujah. The first thing he was telling me, you have to pray for me, brother, because I am the driver of the MLA. Hallelujah. എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വന്നിട്ട് പറയായിരുന്നു, ഞാൻ MLAയുടെ ഡ്രൈവറാണ് ബ്രദറെ. He was not ready to be in the lineup, so he was coming to me straight away and he was saying, ഞാൻ MLA ലൈനെ നിൽക്കാൻ തയ്യാറല്ല. ആയിരക്കണക്കിന് ആൾക്കാർ ലൈനെ നിൽക്കുമ്പോൾ ഇടിച്ചു കയറി വന്നിട്ട് പറയാണ്, ഞാൻ MLAയുടെ ഡ്രൈവറാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ എന്നാ ചെയ്യുന്നത്? ആ ഐഡൻറ്റിറ്റി കാണിക്കും അല്ലേ. ഞാൻ വാർഡ് മെമ്പറാണ്, ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് കേട്ടോ, ഞാൻ മേയറാണ് കേട്ടോ, ഹല്ലേലൂയ. ഇന്ന് ഈ ഐഡൻറ്റിറ്റി കാണിക്കുക, ഞാൻ മാമോദീസ സ്വീകരിച്ചവനാ കേട്ടോ, ഹല്ലേലൂയ. ആത്മാവിൽ നിന്ന് ജനിച്ച അത് പറയുമ്പോൾ കൈ അനങ്ങുന്നില്ല, അത് പറയുമ്പോൾ നിൽക്കുകയാണ്. Similarly, you have to show the identity. I am baptized. I am in the kingdom of God. Our rulers, dominion, power and authority belongs to my Lord. Yay! Somebody shout to the Lord. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ ഐഡന്റിറ്റി ഒന്ന് പുറത്ത് കാണിച്ചേ, ഈ ഐഡന്റിറ്റി ഒന്ന് പുറത്ത് കാണിച്ചേ. I am baptized. That's your identity. I am in the kingdom of God. That's my identity. അതൊന്നും എടുത്ത് കാണിച്ചേ. പിശാചിനോട് പറഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിലെ ആളാ കേട്ടോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവരാജ്യത്തിലെ ആളാ കേട്ടോ. പറഞ്ഞേ ഞാൻ ദൈവരാജ്യത്തിലെ ആളാ ഞാൻ കേട്ടോ. ദൈവരാജ്യത്തിലെ ആളാണ്, എന്നോട് മുട്ടാൻ വരരുത്. രാജേട്ടൻ നന്നായിട്ട് പറയുന്നു. പറഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിലെ ഞാൻ ആളാ കേട്ടോ, ദൈവരാജ്യത്തിലെ ആളാണ്, എൻ്റെ അടുത്ത് മുട്ടാൻ വരരുത്. എൻ്റെ അടുത്ത് മുട്ടാൻ വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാറ്റുപോല കേട്ടോ, എവിടുന്നാ വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകത്തില്ല. എൻ്റെ റൂട്ട് മാപ്പ് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. സിം കാർഡ് നോക്കി എൻ്റെ മാപ്പൊന്നും പുറകെ ഒന്നും നോക്കാന്നൊന്നും ചിന്തിക്കണ്ട, ഇത് വകുപ്പ് വേറെയാ. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവൻ, ഹല്ലേലൂയ, പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച ഓരോ മക്കളും കൈയടിച്ച് സ്വീകരിച്ചു. All those who are baptized, you are another kind. You are another kind. I'm telling you, you are. Oh, ഹല്ലേലൂയ. brother, get up. Brother, what is your problem with the knees? എന്നാ ഈ മുട്ടിന് എന്നാ പ്രശ്നമുള്ളേ? കാൽമുട്ട് നിവർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കാലുമുട്ട് നിവർത്തത്തില്ല. പെയിനാണ് ഇവിടെ. Oh, your pain in the both knees. Oh Jesus. ഇപ്പൊ മടക്കിക്കേ, നിവർത്തേ, ചാടിക്കേ, പൊക്കി ചാടിക്കേ, എന്നാ വേണേ ചെയ്തേ. Hallelujah, hallelujah. Do it. ഹല്ലേലൂയ. ഹല്ലേലൂയ. Whatever you cannot do it before, do it now. Because this you're clear. Completely healed. നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ വേദനയില്ല. It's gone. Hallelujah. ഹല്ലേലൂയ. Brother, ഇതാണ് എന്നാ പേര് പറഞ്ഞ ജെയ്സന്റെ ഐഡന്റിറ്റി എന്താണെന്നറിയോ? മാമോദീസ സ്വീകരിച്ചവനാ ഞാൻ. Hallelujah. That's why baptism is important. But baptism is your identity. When baptism sacrament goes on, priest will ask, are you taking this decision of leaving devil and accepting God? പിശാചിനെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്വീകരിക്കുന്ന തീരുമാനം നീ എടുക്കാൻ തീരുമാനിക്കുന്നു. ഒന്നെങ്കിൽ ബാപ്റ്റിസം ചെയ്യുന്ന സ്ഥാനാർത്ഥി പറയും, അതല്ലെങ്കിൽ ഗോഡ് പേരൻസ് പറയും. എന്താ പറയുന്നത്? യെസ്. ഹല്ലേലൂയ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ്? അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? യു ആർ എൻറ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത്. നിന്റെ ജീവിതം മാറി 4 prophecy, 4 പ്രവചനങ്ങൾ നിന്റെ ജീവിതത്തെ നോക്കി പ്രവചിക്കാൻ കർത്താവിനോട് പറയുന്നു. ഒന്നാമത്തേത്, നിന്റെ കുടുംബപരമായിട്ടുള്ള സകല പ്രശ്നങ്ങളുടെ മേലും കർത്താവിന്റെ കരം വ്യാപിക്കുക. ഫാമിലി റിലേറ്റ് ചെയ്തുള്ള all the troubles related to the family and family life, Jesus is entering now. This is the first prophecy Jesus is making over your life. Second prophecy, you will not continue any place after 4 months or 3 months. Anywhere, എവിടെ പോയാലും 3 മാസം 4 മാസത്തിനപ്പുറത്ത് തുടരാൻ പറ്റുകയില്ല. ആ സമയമാകുമ്പോഴത്തേന് അവിടെ എന്തെങ്കിലും പ്രശ്നം ആരുമായിട്ടെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ പുറത്തുള്ള പ്രശ്നത്തെ നീ പോയി ഇടപെടും. ഇങ്ങനെ നിന്നെ കറക്കുകയാണ്. കൊല്ലം 14 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയാണോ ഞാൻ ഈ പറയും? ശരിയാണ്. ബിസിനസ്സായിരുന്നു. ബിസിനസ്സിൽ കുറേ പാഴ്ചകൾ പറ്റി. ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും അത് ക്ലോസ് ചെയ്യും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 3 മാസത്തെ കൂടുതലൊന്നും സക്സസ് ആയിട്ട് പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയില്ല ഇദ്ദേഹം ആരാന്ന്. പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. I don't know who he is, but Holy Spirit asked me to call him. That's why I called him. But Jesus is revealing his life to me now. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തെ ഇപ്പോൾ എന്നെ തുറന്നു കാണിക്കുകയാണ്. 4 prophecies God is making over your life. In the mighty name of Jesus. One person is behind you for the money.
ഒരു മനുഷ്യൻ നിന്റെ പുറകെ നടക്കുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി. അയാൾ നിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യന് കൊടുക്കാനുള്ള പണം ദൈവം നിന്റെ കൈ തരികയാണ്. Hallelujah. Hallelujah. One man is disturbing you a lot because of the money. Because of the money deal. 3 വർഷം അല്ലേ? 3 വർഷം അല്ലേ? 3 വർഷത്തിന് കൂടുതൽ. Yes. It's more than 3 years. Oh, Jesus. Hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah. നിന്റെ റൂട്ട് മാപ്പ് ഒന്നും ആർക്കും കിട്ടത്തില്ല. കണ്ടിട്ട് വേണ്ട നിന്നെ ബന്ധിക്കാൻ. Hallelujah. No one can find your route map. Hallelujah. Because everyone, those who are born of God, it's like a wind. ഒരു കാറ്റ് പോലെയാണ്. Hallelujah, 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 hallelujah. Hallelujah. Hallelujah, 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 hallelujah. hallelujah, ഒരു കാറ്റ് hallelujah. പോലെയാണ്. Hallelujah, hallelujah. Wind blows where it chooses. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു. Oh, hallelujah, hallelujah. അതെവിടെ? Oh, many healings are coming up. Many healings are coming up. ഒരുപാട് സൗഖ്യങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ചാടി എഴുന്നേറ്റ് നിങ്ങളുടെ രോഗമുള്ളിടത്ത് കൈകൾ വെച്ചു. Hallelujah. Put your hand in the place where you need healing and pray now. Put your own hand. നിങ്ങളുടെ കൈ തന്നെ എടുത്തു വെച്ചു. സൗഖ്യത്തിന്റെ നിമിഷമാണ്. ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. Put your hand in the place where you need healing. And we are going to pray this with the identity revealing. We are going to pray in the mighty name of Jesus. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ. Wherever you are laying your hand, there only Jesus is touching you now. എവിടെയാണോ നീ കൈവച്ചിരിക്കുന്നത് അവിടെ കർത്താവ് നിന്നെ തൊടുകയാണ്. അവിടെ ഈശോയുടെ കൈ നിന്റെ മേൽ വരികയാണ്. വിളിച്ചു പ്രാർത്ഥിച്ചു, വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യത്തിൽ ജനിച്ചവൻ കാറ്റ് പോലെയാണ്. അവൻ എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നുവെന്ന് ആരും അറിയുന്നില്ല. എവിടെയാ വീശുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. Hallelujah, hallelujah, hallelujah. No one can understand where it blows. No one can choose where it want to blow. Hallelujah. ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. But everyone, those who are in the kingdom of God, is like a wind. ഒരു കാറ്റ് പോലെയാണ്. Hallelujah, hallelujah, hallelujah. Jesus is touching you. കർത്താവ് നിന്നെ തൊടുന്ന സമയമാണ്. യേശു നിന്റെ നട്ടലിനെ നിവർത്തുന്ന സമയം. കർത്താവ് നിന്റെ കണ്ണുകളെ തുറക്കുന്ന സമയം. വീണൊടിഞ്ഞു പോയ കയ്യെ കർത്താവ് ഉയർത്തുന്ന സമയം. ആ പാൻക്രിയാസിൽ കർത്താവിന്റെ സ്പർശനം വരുന്ന സമയം. ആ ദഹനേന്ദ്രിയത്തെ കർത്താവ് തൊടുന്ന സമയം. അത്ഭുതത്തിന്റെ സമയം. പ്രാർത്ഥിച്ചോ. All of you pray. In the mighty name of Jesus. 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 Hallelujah, 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 hallelujah. In the mighty name of Jesus. Hallelujah, In the mighty name of Jesus. hallelujah, hallelujah. In the mighty name of Jesus. Hallelujah. In the mighty name of Jesus. Hallelujah. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. Jesus. Name above whole name. Beautiful Savior. Glorious Lord. Emmanuel. God is with us. Perfect Redeemer is moving in the midst of us. Now you pray in the Spirit. I'm like a wind. നിന്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞോ? നീ ആരാന്ന് തിരിച്ചറിഞ്ഞോ? ഇനി എന്തിനാ വൈകുന്നേ? ആ ഐഡന്റിറ്റി വിളിച്ചു പറ. എനിക്ക് കഴുത്ത് വേദന വേണ്ട. ഞാൻ ഇതും കൊണ്ട് കുറെ നാളായി നടക്കുന്നു. ആ പച്ച ഷർട്ടിട്ട ആളെ വിളിച്ചേ. പച്ച ഷർട്ടിട്ട ആളെ വിളിച്ച്. ഈ പച്ച യെസ് ബ്രദർ, വാട്ട്സ് യുവർ നെയിം ബ്രദർ? കം ഹിയർ. I'm telling you this. Oh, in the mighty name of Jesus. In the mighty name of Jesus. എന്നാ ബ്രദറിന്റെ പേരെന്നാ? മജീഷ്. മജീഷ്. മജീഷ്, യേശു നിന്നെ തൊടുകയാ മകനെ. കൈ തുറന്നു പിടിച്ചോ. ജീസസ് is touching you, മജീഷ്. നിന്റെ ഈ തലയുടെ വലത്തുഭാഗത്ത്, ദാ ഇവിടെ ഈ ഭാഗത്ത് കർത്താവിന്റെ സ്പർശനം ഉണ്ടാവുകയാണ്.
അവിടുന്ന് നിന്നെ തൊടുകയാണ്. അവിടുത്തെ സ്പർശനം കൊണ്ട് അവിടുന്ന് നിന്നെ നിറയ്ക്കുകയാണ്. ഓ ലോർഡ് ജീസസ്, the right side of your head I'm seeing. See, this is the area where Jesus is touching you now. Oh Lord God, send your power. Send your power of the Holy Ghost right now. Oh, send your power. Heal your son. Healing of Jesus in the right side. In the right side of the head, Majish is receiving the power of the Holy Spirit. And Jesus is relieving this Majish. Come on everybody, stretch your both hands towards him. രണ്ട് കൈയും മജീഷിനെ നേരെ നീട്ടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മകനെ സ്പർശിക്കണമേ. Let us pray, let us pray, let us pray. Lord Jesus, you touch your brother, you touch your son, and heal your son right now. Send your power, send your power. Come on, all of you pray in the Spirit. Book of Acts, അപ്പസ്തോല നടപടികൾ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം. Acts chapter 4 verse 2 verse 4. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. Yes. ആത്മാവ് കൊടുത്ത ഭാഷ 2-3 2 verse 3. അഗ്നിജാലകൾ പോലെയുള്ള നാവുകൾ. Suddenly, hallelujah, hallelujah, hallelujah. ഈ ബ്രദർ ഇവിടെ കിടക്കുമ്പോൾ തന്നെ, ഇയാളെ സൗഖ്യം സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിന്നോണ്ട്, all of you turn your attention to this particular verse. This is from Book of Acts. അപ്പസ്തോല പ്രവൃത്തികളിൽ ഈ വചനം എടുത്തേ, പെട്ടെന്ന് എടുത്തോ. നിങ്ങൾ ഈ വചനം എടുത്തിട്ട് 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം പെട്ടെന്ന് വായിച്ചോ. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 2:3. അഗ്നിജാലകൾ പോലെ നാവുകൾ നമ്മൾ ഓരോരുത്തരുടെയും മേൽ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2:2 കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. In English, Acts chapter 2 verse 2. And suddenly from heaven there come a sound like a rush of a violent wind. കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. And it filled entire house where they were sitting. അത് അവർ സമ്മേളിച്ചിരിക്കുന്ന വീട് മുഴുവൻ നിറഞ്ഞു. And suddenly from heaven there come a sound like a rush wind. A rush of a violent wind. കാറ്റ് പോലെ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഇതാ കൊടിയ കാറ്റടിക്കുന്ന പോലെ. അപ്പസ്തോലന്മാരുടെ നടപടികളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരിക്കുക. കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു കൊടിയ കാറ്റ് വന്നടിച്ചു. When they were waiting for the coming of the Holy Spirit, it is written in the scripture, Acts chapter 2 verse 2. The wind blows, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ a rush of a violent wind ഒരു ശബ്ദം started blowing ആകാശത്ത് and നിന്നുണ്ടായി. filled the whole house where they were gathered. ആ വീട് മുഴുവൻ നിറഞ്ഞു. Hallelujah, ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ. everyone, those who are in the kingdom of God, those who baptized is like a wind. ഹല്ലേലൂയ. വീണ്ടും ജനിച്ച മാമോദീസ സ്വീകരിച്ച ഓരോ മക്കളും വീണ്ടും ജനിച്ചവരാണ്. അങ്ങനെ വീണ്ടും ജനിച്ച നീ ഒരു കാറ്റ് പോലെയാണ്. ഹല്ലേലൂയ. ആ കാറ്റാണ്, അവരെ കാറ്റാക്കുന്ന കാറ്റാണ് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അടിച്ചത്. ഹല്ലേലൂയ. The wind that making them like a wind that blowed on Acts chapter 2. That wind is blowing on മഞ്ജീഷ്. ആ കാറ്റ് മഞ്ജീഷിന്റെ മേൽ അടിക്കുക. ഈ മകൻ സൗഖ്യമാവുക. മഞ്ജീഷ, ഈ തലയുടെ വലത്തെ സൈഡിൽ ഇവിടെ എന്നേലും പ്രശ്നം ഉണ്ടാവും. വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. എന്നാ വേദനയാ ഒന്ന് പറഞ്ഞേ. കുറെ നാളായിട്ട് Pain is there for years. എവിടുന്നാ വരുന്നേ? കരയാമ്പറമ്പ്. In your lifetime you will never suffer with it. നിന്റെ ജീവിതകാലത്ത് നീ ഈ വേദന കൊണ്ട് ഇനി ഭാരപ്പെടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. Come on, give a big hand to Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ കെട്ടി നിൽക്കുന്ന ചേട്ടൻ, ഹല്ലേലൂയ. വൈൻ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്ന ആ കൈ കെട്ടി നിൽക്കുന്ന ചേട്ടൻ, ഓടിവാ ചേട്ടാ.
എന്നെ പോലെ തല മുടിയില്ലാത്ത ചേട്ടൻ. മുട്ടകൾക്കല്ലേ മുട്ടകളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഇവിടെ ധ്യാനിക്കുകയല്ല 4 ദിവസമായിട്ട്. അതെ. ഓ, ചേട്ടൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഈ ഭുജമുണ്ടല്ലോ, ഈ ഇടത്തെ ഭുജമുണ്ടല്ലോ, ഇത് ഇടത്തെ സൈഡല്ലേ അല്ലേ? അതെ. ഈ ഇടത്തെ, the left shoulder, hold the left shoulder. I don't know who he is, but this is a message I'm getting. All his left side, especially the left shoulder from here, all the left side. എന്നെ പറ്റിയതാ ഇടത്തെ വശത്തിന്. ഇവിടുന്ന് തുടങ്ങും. അത് എവിടുന്നാ തുടങ്ങുന്നത്? ചെവിയുടെ സൈഡിൽ. യെസ്, എക്സാക്ട്ലി ദാറ്റ് വൺ. ഇന്നത് വിട്ടുപോവുക യേശുവിന്റെ നാമത്തിൽ. ഇന്നത് വിട്ടുപോകും. Today it's leaving you. ഹല്ലേലൂയ. What's your name? What's your name? The one with the Hallelujah. glass? What's your name? Specs, the one with the specs. What's your name? Ask him. Huh? Alicia. Alicia, when you are standing here, you have to expect a great touch of God in your tummy. I don't know whether you prayed for it. You did pray for it? Huh? Come here, come here. I'm asking you. Jesus' name. Holy Spirit is touching you. You don't understand Malayalam? No, I don't. You can understand English? Yes. Yes. See, while you're praying, I saw Jesus is coming over in your side and he's touching your tummy. That's the prayer you prayed. Yes. What is your problem? All the time. Mostly, yeah. Today, when from divine, you are receiving a touch of God. ഹല്ലേലൂയ. ഇവർക്ക് മലയാളം അറിയത്തില്ല. ഇവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഇംഗ്ലീഷും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. ഇവര് കൊടൈക്കനാലിൽ നിന്നൊരു ടീം വന്നിരിക്കുക ഈ ശുശ്രൂഷ കൂടാൻ വേണ്ടി. ആ ടീമിൽ നിന്ന് ഉള്ള ഒരാളായത് അവളെ കർത്താവ് തൊടുകയാണ്. ഈശോയെ. ജീസസ്, ജീസസ്. My daughter, you know what Jesus says? Whenever you are sitting in your bed and saying, "Oh Jesus, I don't know why this suffering is to me. Even if I go for the checkup, they are unable to find anything wrong, but still this pain is haunting me. It's not leaving me alone." But today, you are receiving the touch of Jesus. And Jesus is touching you. The power of Holy Spirit is coming over your life. നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരികയാണ്. അവിടുന്ന് നിന്നെ സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ. Jesus is entering into your life. And he is touching you. Oh, my daughter. Oh, when I'm seeing the side of your liver, there is some black spot I'm seeing. Do you have any problem with the liver? Yeah. You have problem with the liver. When I'm praying over you, I'm seeing the liver. One side of your liver is with some certain dots. It's kind of black dots and so on. Jesus is touching your liver as well. യേശുവിന്റെ നാമത്തിൽ. Come on. എല്ലാവരും ചേർന്നൊന്ന് കൈ നീട്ടുകേ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. Oh, Holy Spirit. ഹല്ലേലൂയ. Oh, Holy Spirit. ഹല്ലേലൂയ. ഹല്ലേലൂയ. You touch your daughter. ഹല്ലേലൂയ. 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 Send your Holy Spirit right now. The power of the Holy Spirit. Everyone, those who are born of God, is like a wind. കർത്ത വീണ്ടും ജനിച്ച ഓരോ മക്കളും പരിശുദ്ധ മാമോദിസയാണ് വീണ്ടും ജനനം. പരിശുദ്ധ മാമോദിസയിലൂടെ വീണ്ടും ജനനം നടക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഓരോ കത്തോലിക്കനെയും പഠിപ്പിക്കുന്നു. Hallelujah. When you are born again, you are born from above. ഹല്ലേലൂയ.
You are born from the life of God. നിങ്ങൾ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ്. You start a new life from the devil's kingdom into the God's kingdom. ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. In this new kingdom there is plenty of healings. Peace is, you will never lack peace in ഈ ദൈവത്തിന്റെ രാജ്യത്ത് നിനക്ക് സമാധാനം ഇല്ലെന്നൊരു വാക്ക് നീ പറയേണ്ടി വരികയില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ കൈ സൗഖ്യമായി. നോക്കിക്കേ 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 നോക്കിക്കേ, ഞാൻ ചുമ്മാ പറയുന്നതാണോ? നോക്കിക്കേ. സൗഖ്യം ആയില്ലെങ്കിൽ എന്നോട് സൗഖ്യം ആയില്ലെന്ന് പറഞ്ഞു. ആയില്ലെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഐഡന്റിറ്റിയാണ്. ഇതൊരു ഐഡന്റിറ്റി കാർഡാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഡിവൈനിൽ ജനുവരി മാസം 26-ാം തീയതി നിങ്ങളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് നിങ്ങളുടെ പേരുണ്ട്. എന്താ നിങ്ങളുടെ പേര്? എൽദോസ്. ഇതൊരു ഐഡന്റിറ്റി കാർഡാണ്. ഇതുപോലൊരു ഐഡന്റിറ്റിയാ ഇപ്പൊ ഞാൻ പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതുപോലൊരു ഐഡന്റിറ്റിയാ ഇപ്പൊ ഞാൻ പറഞ്ഞേ. ഞാൻ മാമോദീസ സ്വീകരിച്ചവനാണ്. ഹല്ലേലൂയ. സ്വീകരിച്ച് ഒന്ന് ചാടി എഴുന്നേറ്റ് ഒന്ന് അഭിഷേകത്തെ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എവ്രിവൺ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. She is healed. She is healed. അവളെ കർത്താവ് തൊട്ട് കഴിഞ്ഞു. ഓ ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ മക്കളും, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ആവശ്യപ്പെടുകയാണ് ഇപ്പം. Say it. നിങ്ങൾ പറഞ്ഞോ എന്താ നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് വായി തുറന്ന് പറഞ്ഞോ. ഹല്ലേലൂയ. ഞാൻ മാമോദീസ സ്വീകരിച്ചവനാണ്. പറഞ്ഞോ. ഞാൻ മാമോദീസ സ്വീകരിച്ചവനാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനാണ്. എല്ലാവരും പറഞ്ഞോ, ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനാണ്. All those who are in the wheelchairs, വീൽ ചെയറിലിരുന്ന് വന്നിരിക്കുന്നവര്, get ready to get up. ചാടി എഴുന്നേക്കാൻ തയ്യാറായിക്കും. Get ready. Get up and walk. ചാടി എഴുന്നിട്ട് അമ്മ കൊണ്ട് ഇറങ്ങിക്കോ. ഇവിടെ നിന്ന് താഴെ നിന്നോ. അഭിഷേകം കൊണ്ട് നിറഞ്ഞോ. ഇന്ന് കുതിച്ച് ചാടി എഴുന്നേറ്റ് സ്തുതിച്ച് നടന്നോണം. ആ വീൽ ചെയറൊക്കെ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് നടന്നോണം. യേശുവിന്റെ നാമത്തിൽ. എന്നാ പറ്റിയതാ? എവിടാ? ബ്രെയിൻ വരെയായി. ജീവൻ അങ്ങോട്ട് സ്വീകരിച്ച്, കർത്താവിന്റെ ജീവനെ സ്വീകരിച്ച്. ഈ ഐഡന്റിറ്റി ഒന്ന് നിങ്ങൾ വായി തുറന്ന് പറഞ്ഞേ. I want all of you to confess your identity. What is your identity? എന്നാ നിന്റെ വ്യക്തിത്വം? അത് വിളിച്ചു പറഞ്ഞോ. ഞാൻ മാമോദീസ സ്വീകരിച്ചവനാ. ഓ, ഈ മകൻ സൗഖ്യമാവുക. ഈ മകൻ സൗഖ്യമാവുക. നീ ഇങ്ങോട്ട് ഇറങ്ങി നോക്കൂട്ടാ. ഇങ്ങോട്ട് നോക്കിക്കോ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ചു കേട്ടോ. കൈ തുറന്ന് പിടിച്ചോ. ഈ പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ചു. എന്നെ നോക്കിക്കോ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ചു കേട്ടോ. നീ ഈ വാക്ക് കേൾക്കുന്ന സമയത്ത് നിന്നിലേക്ക് നീ സ്വീകരിച്ച മാമോദീസയുടെ ചൈതന്യം നിറയാൻ പോവാ. ആട്ടിമുടി നിറയാൻ പോവാ. നിന്നെ ചൊല്ലി ഇനി ആരും കരയേണ്ടി വരികയില്ല. നിന്നെ ചൊല്ലി കരഞ്ഞവരുടെ എല്ലാം കണ്ണീരുകൾ കർത്താവിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഇതാ നിന്നെ വിട്ട് ഇരുട്ടിന്റെ ശക്തികൾ ഓടിപ്പോകുന്നു. അറിയട്ടെ. ഭയങ്കര സൗഖ്യമാണ് ഈ മകന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് ഞാൻ തന്നെയാണോ എന്ന് ചോദിക്കുമാറ് നിന്നെ വിരൂപനാക്കുന്ന, രൂപമുള്ള നിന്നെ വിരൂപനാക്കുന്ന എല്ലാ ശക്തികളും നിന്നെ വിട്ടൊഴിഞ്ഞു പോകുകയാണ്. ഇത് നിന്റെ അത്ഭുതത്തിന്റെ സമയമാണ്. ഇത് നിന്റെ മേൽ ദൈവ കൃപ വന്നുദിക്കുന്ന സമയമാണ്.
ഇത് പരിശുദ്ധാത്മാവ് കൊണ്ട് നീ നിറയുന്ന സമയമാണ്. നന്നായിട്ട് കൈ ഉയർത്തിപ്പിടിച്ച് ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോയേ, ജീസസ്, 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 ജീസസ്. ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. സമയമായി സഹോദരങ്ങളെ, സമയമായി സഹോദരങ്ങളെ, കൃപയുടെ സമയമായി സഹോദരങ്ങൾ. ദൈവരാജ്യത്തിലെ ജീവിതം വേറെയാണ്. വീണ്ടും ജനിച്ചവൻ കാറ്റുപോലെയാണെന്നാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ വചനം പറയുകയാണ്. വീണ്ടും ജനിച്ചവൻ കാറ്റുപോലെയാണ്. അവൻ എവിടുന്ന് വരുന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. നിന്റെ ഐഡന്റിറ്റി പിശാച് അറിഞ്ഞിട്ട് വേണ്ടേ നിന്നെ ബന്ധിക്കാൻ? ഒരു ശക്തിക്കും നിന്നെ ബന്ധിക്കാൻ കഴിയുകയില്ല. 2 കൈയും ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, പരിശുദ്ധ മാമോദീസയിലൂടെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവനാണ് ഞാൻ. അങ്ങനെ വീണ്ടും ജനിച്ച ഞാൻ ദൈവരാജ്യത്തിലാണ്. ഈ രാജ്യത്തിലുള്ള എനിക്ക് രാജ്യത്തിന്റെ അധികാരവും ശക്തിയും പ്രഭുത്വവും ഇതാ ശക്തിയോ എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. കരമുയർത്തി വിളിച്ചോ, യേശുവേ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഇതാ പ്രാർത്ഥന, ഇതാ പ്രാർത്ഥന. കൂട്ടാ, എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ. മലയാളമല്ലേ, മലയാളമല്ലേ? നോക്കൂ, ഞാനാണോ ഇതെന്ന് നീ നിന്നെ തന്നെ നോക്കി ചോദിക്കും. പിടിച്ചോണേ, പിടിച്ചോണേ. ഇത് ഞാൻ തന്നെയാണോ എന്ന് നീ നിന്നെ ചൊല്ലി ചോദിക്കുമാറ് നിന്നെ നീ അല്ലാതാക്കി മാറ്റുന്ന എല്ലാ ശക്തികളും നിന്റെ മേൽ നിന്ന് ഒഴിഞ്ഞു പോവാ. ഇവിടെ എവിടോ നിന്നൊരു സ്ത്രീ, ഒരമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കൂട്ടാ. ഇവിടെ എവിടോ നിന്നൊരമ്മ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയാണോ? അതെ. മോനാണ്? അതെ, അതെ. നിങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു ഇവന് മറുപടിയാകും. നിങ്ങളുടെ പ്രാർത്ഥനയാട്ടോ, ഇവരുടെ പ്രാർത്ഥനയായിരുന്നു ഇവന് മറുപടിയാകും. നിങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. ഈ മകനെ നിന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ച ഒരു ബന്ധുവിനെ കുറിച്ചുള്ള വലിയ വിഷമവും വൈരാഗ്യവും മനസ്സിലുണ്ടല്ലേ? ഇല്ലേ? അത് മാറ്റിക്കോ. അവരോട് ക്ഷമിച്ചോ. ഇന്ന് അഭിഷേകത്തിൽ നിറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഭിഷേകത്തിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് പലർക്കും ഇന്ന് ദൈവത്തിന്റെ സ്പർശനം കിട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് തന്നെ ഒരു പൗരോഹിത്യ ആശീർവാദം മേടിച്ചോണം കേട്ടോ. ഞാൻ ഇന്ന് ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് ഒരച്ഛൻ്റെ അടുക്കൽ പോയി ഒരു പൗരോഹിത്യ ആശീർവാദം മേടിച്ചു പോകണം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ വിടുതലുകൾ പൂർണ്ണമാകുന്നത് അങ്ങനെ മാത്രമാണ്. കരമുയർത്തി എന്ന് പറഞ്ഞു, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്വരമുയർത്തി എന്ന് പറഞ്ഞു, കർത്താവേ ആരാധന, കർത്താവേ ആരാധന. ഇതെന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് എ ന്യൂ ഐഡന്റിറ്റി. ഒരു പുതിയ വ്യക്തിത്വം നമുക്ക് ലഭിക്കുകയാണ്. എങ്ങനെ? ഇങ്ങോട്ട് നോക്കി, ഞാൻ പറയുന്ന കേൾക്ക. എങ്ങനെയാ ഈ പുതിയ വ്യക്തിത്വം നമുക്ക് ലഭിക്കുന്നതെന്ന് അറിയാമോ? ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി പുതുതായിട്ടൊന്നും സംഭവിക്കാനില്ല. പക്ഷെ ഇന്ന് വേണ്ടിയത് എന്താണ്? ഒരു തിരിച്ചറിവാണ്. എന്തിന്റെ തിരിച്ചറിവാണ്? പരിശുദ്ധ മാമോദീസയിലൂടെ എന്നിൽ എന്തു വന്നിരിക്കുന്നു? ഞാൻ ദൈവരാജ്യത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലാണ് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുന്നത്. അങ്ങയുടെ രാജ്യം വരണമേ. അടുത്ത പ്രാർത്ഥന എന്താ? അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. ഓ, കൈയുയർത്തി എന്ന് പറഞ്ഞ്, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഭൂമിയിലുണ്ടാകണമേ. മകനെ, നിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മാറുക. നിന്റെ ചരിത്രം മാറുകയാ. എങ്ങനെയാണോ, ഏതെല്ലാം മേഖലകളിലാണോ
ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഇവന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ. നവമായൊരു ചൈതന്യം കൊണ്ട് ഈ മകനെയും ഇവന്റെ ഭവനത്തെയും അവൻ നിറയ്ക്കുവാണല്ലോ. വിളിച്ചോ കൂട്ടാ, യേശുവേന്ന് വിളിച്ചോ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന ഈ വാക്കുകൾ നീ ശ്രദ്ധിക്കുക. ഇന്നിവിടെ വെച്ച്, ഈ ഡിവൈനിൽ വെച്ച് കർത്താവ് നിനക്ക് തരുന്ന വാക്കാണ്. നോക്കൂ, ഇനി ഒരു പഴയതിലേക്കുള്ള നോട്ടമില്ല. ഒരു അസാധാരണമായ പശ്ചാത്താപവും അനുതാപവും ക്ഷമ കൊടുക്കലും ക്ഷമയെടുക്കലും നിന്നിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. നിന്നെ ഉപേക്ഷിച്ചു പോയവരെല്ലാം തിരിച്ചു വരും. അതാ ആ വാക്കൊന്ന് ചെവിയിൽ പറഞ്ഞ്, നിന്നെ ഉപേക്ഷിച്ചു പോയവരെല്ലാം തിരിച്ചു വരും. ഇത് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴക്കിട്ട് നിന്റെ വീട് വിട്ട് നീല ബാഗുമായി ഇറങ്ങിപ്പോയ വ്യക്തിയെ ആ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിന് പറ്റും. ഇന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സിബ് പോയ ബാഗിന് സിബിന് പകരം തുന്നിച്ചേർത്ത ആ നൂലുകൾ തെളിഞ്ഞു നിൽക്കുന്ന നീല ബാഗുമായി അല്ലേ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ കർത്താവ് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുക. അതിനുവേണ്ടിയാ നീ ഡിവൈനി വന്നിരിക്കുന്നേ. അതാ നിന്റെ കണ്ണീര്, അതാ നിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു, ഈശോ കേൾക്കുന്നു. ഇറങ്ങി വരണമേ കർത്താവ്, ഇവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. കാലം അതിക്രമിച്ചു പോയിട്ടില്ല. ഇപ്പൊ രണ്ട് മാലാഖമാര് ഈ മകന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ, ഇവന് വേണ്ടി ഒന്ന് കൈ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. എല്ലാ ശുശ്രൂഷകരും സകലരും ഒന്ന് ഒരുമിച്ച് ചെയ്തോ. ഒന്ന് പ്രാർത്ഥിച്ചോ ബ്രദറെ, ഒന്ന് പ്രാർത്ഥിച്ചോ. ഈ ഭവനത്തിലേക്ക് കർത്താവ് ഇറങ്ങുകയാണ്. ഒരുമിച്ച് എല്ലാവരും ഒന്ന് കൈ നീട്ടി പ്രാർത്ഥിച്ചു. ഇത് വലിയൊരു അത്ഭുതത്തിന്റെ സമയമാണ്. കൈ നീട്ടി പ്രാർത്ഥിച്ചോ, കൈ നീട്ടി പ്രാർത്ഥിച്ചോ. യേശുവേ, ഈ മകന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈശോ, നീ ദൈവരാജ്യത്തിലാണ്, ദൈവരാജ്യത്തിലുള്ള ജീവിത ശൈലിയിലാണ്. ദൈവരാജ്യത്തിൽ ഇതാ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നു. അഭിഷേകമായിട്ട് അത് മാറുകയാണ്, ശക്തിയായിട്ട് അത് മാറുകയാണ്. നമുക്ക് രണ്ട് കൈകളും ഒന്ന് ഉയർത്തി ചേർത്തടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 121 17-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരികളുടെ മേൽ ഈശോയുടെ സ്പർശനം അടുത്ത 4 മിനിറ്റിനകത്തുണ്ടാകുന്നതായിട്ട് കർത്താവ് അറിയിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. രണ്ട് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചോ. അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈശോ, 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 ഈശോ. വോളണ്ടിയേഴ്സ് നോക്കിക്കോ. ചെറുപ്പക്കാരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വീഴുന്നവരെ നിങ്ങൾ എഴുന്നേൽപ്പിക്കണം, ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരണം. കർത്താവിന്റെ സ്പർശനം ചെറുപ്പക്കാരുടെ മേൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ, മദ്യാസക്തിയുടെ ബന്ധനത്തിന്റെ കീഴിലായിരിക്കുന്നവരെ കർത്താവ് കെട്ടഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് സ്തുതിച്ചോ. ചുമന്നോ. ഞാൻ പറഞ്ഞില്ലേ, എടുത്തോണ്ട് പോരെ, ഇങ്ങോട്ട് കൊണ്ടുപോരെ.
ഇങ്ങോട്ട് കൊണ്ടുപോരെ, ഇങ്ങോട്ട് കൊണ്ടുപോരെ, ഇങ്ങോട്ട് കൊണ്ടുപോരെ. ആ ചെറുപ്പക്കാരന്റെ ജീവിതം മാറുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പക്കാർക്ക് വേണ്ടി കർത്താവിന്റെ ഭയങ്കര ശക്തി. ഓ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, വിളിച്ചോണ്ട് വാ. നീ വിളിച്ചോ കൂട്ടാ, നീ വിളിച്ചോ, നീ വിളിച്ചോ, നീ വിളിച്ചോ, വിളിച്ചോടാ, വിളിച്ചോ, ഒറ്റ വിളി വിളിച്ചോ. ഈശോ, 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 ഈശോ. നിന്റെ സഹോദരന്റെ പേരെന്താണ്? തോമസ്. നിന്റെ സഹോദരന്റെ പേരെന്താണ്? തോമസ്. നീ അവന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ അവന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അവൻ 14 കൊല്ലം വീഡിയോക്ക് എല്ലാം അഡിക്റ്റ് ആയിട്ട് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്റെ സഹോദരനെ ഒന്ന് രക്ഷിക്കുക ദൈവമേ, എന്റെ സഹോദരൻ. 14 വർഷം. 14 വർഷമായി. എടാ കുട്ട, ഇവിടെ ഇറങ്ങുന്ന കർത്താവിന്റെ മഹത്വം നിന്റെ സഹോദരനെ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ സഹോദരനെയാ രക്ഷിക്കുന്നേ? ഇത് കൃപയുടെ സമയമാണ്. കൈ നീട്ടി പ്രാർത്ഥിച്ചോ. ഈശോയെ, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെയോ ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഭയങ്കരമായ തീഷ്ണമായ ആഗ്രഹം ഈശോയ്ക്ക് വേണ്ടി ദൈവം ഇപ്പൊ കൊടുക്കുകയാണ്. ചെറുപ്പക്കാരുടെ ഉള്ളിൽ തീഷ്ണമായ ആഗ്രഹം. അതിൽ ഒരു ചെറുപ്പക്കാരൻ 7-ലധികം കേസുകളിൽ ഓൾറെഡി കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ തീഷ്ണമായ ഈശോയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഇപ്പം ഹൃദയത്തിൽ കർത്താവ് പകരുന്ന ചെറുപ്പക്കാരൊന്ന് കരമുയർത്തിക്കേ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത്, all the youngsters, those who have the real thirst for God, now it is your time. Surrender and submit all your life unto the feet of Jesus. He is touching you in a different manner. He's changing your life. The dimensions of your life has been changed by the power of the Holy Spirit right now. യേശു നിന്റെ ജീവിതത്തെ തൊടുന്ന സമയമാണ്. എൻ്റെ ബ്രദറെ, ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ദാഹത്തോടെ ഇപ്പം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ സംസാരിക്കുന്ന മക്കള് മുന്നോട്ട് നടന്നു വന്നേ, ഇങ്ങോട്ട് ഓടി വന്നേ, നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തീരുമാനം നൽകുന്ന ചെറുപ്പക്കാര് പെട്ടെന്ന് ഓടിവാ, പെട്ടെന്ന് ഓടിവാ, പെട്ടെന്ന് ഓടിവാ, സമയമില്ല, ഓടിവാ, ഓടിവാ കൂട്ടാ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഓടിവാ, ഓടിവാ, വേഗം വേഗം വാ, വേഗം വേഗം വാ, വേഗം വേഗം വാ. നല്ല ആഗ്രഹത്തോടെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് 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 വാ, സമയം പോരാ. അതുകൊണ്ടാണ് തീഷ്ണമായ ഒരാഗ്രഹം. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ കൊടുക്കുകയാണെന്ന് ഒരു തീഷ്ണമായ ആഗ്രഹം. How many of you have the deepest desire in your heart to serve Jesus? Jesus, 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 Jesus. മടുത്തു അല്ലേ കൂട്ടാ? മടുത്തു അല്ലേ? അതെ. ഇന്ന് കൊടുക്കുക കേട്ടോ, ഈശോയ്ക്ക് കൊടുക്കുക കേട്ടോ. ജീസസ്. ഈ മകന്റെ ജീവിതം ഒന്ന് നോക്കൂ. എന്ത് വലിയ രൂപാന്തരമാണ് ഇവന്റെ ജീവിതത്തിൽ ദൈവം പകരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര വലിയ സ്പർശനമാണ് ഈ മകന് വേണ്ടി അയക്കുന്നത്. ഈ മുമ്പിൽ വന്നിരിക്കുന്നവരുടെ ആരുടെ പുറത്താണ് ഒരു വെട്ടുപാട്. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരായുധം കൊണ്ടുള്ള ഒരു വെട്ടുപാട്, വെട്ടിന്റെ പാടിങ്ങനെ പുറത്തുള്ള ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒന്ന് കൈ ഉയർത്താമോ? ഒരായുധം കൊണ്ടുള്ള ഒരു വെട്ടുപാട് കൈപ്പലകയുടെ അടിയില്. അതാരാണ് ഇത് ഇവിടെ നിൽക്കുന്നവരിൽ? അങ്ങനെയുള്ളതാ? ബാ 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 കൂട്ടായി, കൈപ്പലകയുടെ അടിയിലാണോ ഞാൻ ഈ പറയുന്നത്? എവിടെയാത്? It's okay brother, leave it. ഏ സൈഡാ? ഒന്ന് എക്സാക്ട്ലി കൈപ്പലകയുടെ അടിയിൽ.
പിന്നെ എന്താണ് കർത്താവ് ഇന്ന് ചെയ്യുന്നതെന്നും തിരിച്ചറിയാം. വളരെ മാന്യനായി ജീവിച്ച ഒരു മകന്റെ മകനാണ് നീ. ആ മനുഷ്യൻ ഒത്തിരി സിൻസിയർ ആയിരുന്നു. വലത്തെ വശം മുഴുവൻ പൊള്ളി, റൈറ്റ് സൈഡ് മുഴുവൻ പൊള്ളി. All your right side is burnt off, and the burning marks are there in the right side, from the hip to the toe. Jesus is touching you now. യേശു നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ഈ രവി എന്ന് നാട്ടുകാർ വിളിക്കുന്നത് ആരെയാണ്? ഈ രവി 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 എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആരെയാണ്? അച്ഛനാണ്. ആ മനുഷ്യന്റെ അവിടെ 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 അങ്ങോട്ട് ചെല്ലുകൂട്ടാ. അവിടെ അതിന്റെ അനുഗ്രഹം കിടക്കുന്നേ. അവിടെ അതിന്റെ അനുഗ്രഹം കിടക്കുന്നേ. അതാ റൂട്ട്. രവിയാണ്. രവി രവി. Holy Spirit is revealing that name Ravi. Ravi is his father. When that name is given, something with Ravi God is doing now. ആ രവിയോട് ബന്ധപ്പെട്ട് വർഷങ്ങളായി കിടക്കുന്ന പിടിവലികൾ, ആ മേഖലയിലാണ് ഈ മനുഷ്യൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. ഇന്നുവനെ കർത്താവ് കെട്ടഴിച്ച് സ്വതന്ത്രനാക്കുക. കൈയടിച്ച് സ്തുതിക്കാം. ആർത്ത് വിളിച്ച് കൈയടിക്കാം. യേശുവേ എന്ന് വിളിക്കാം. സമയമായി. ഇത് കൃപയുടെ സമയമാണ്. ഓ പരിശ അറിയാവോ ആളെ? നോർത്ത് ഇന്ത്യയിലെ വലിയ ശുശ്രൂഷകനാണ്. സാധാരണക്കാരനായിട്ട് ഇവിടെ വന്നിരുന്ന ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. ജോൺ ബ്രദർ എന്ന് 6-7 സ്റ്റേറ്റുകളിൽ, നോർത്ത് ഈസ്റ്റിലൊക്കെ 10,000 ലക്ഷങ്ങൾ ഒരുമിക്കുന്ന ശുശ്രൂഷ ഞാൻ ഇവിടെ കണ്ടപ്പോൾ അതിശയിച്ചു പോയി. ധ്യാനിക്കാണ് ഇവിടെ. ഈശോയെ ഹല്ലേലൂയ. നമ്മൾ പഞ്ചാബിലും രാജസ്ഥാനിലും എല്ലാം ഒരുമിച്ച് ശുശ്രൂഷിച്ചു. Thank you, Lord Jesus. Who am I to pray for you? Hallelujah. തയ്യാറാകണം മാനസികമായിട്ട്. ഒരു വലിയ തയ്യാറെടുപ്പെടുക്കണം. 2025 പരിശുദ്ധാത്മാവ് നമ്മൾ. ഈ മകളുടെ പേരെന്താണ്? നിന്റെ പേരെന്താണ് മകളെ? Needu. Hey Needu. എത്ര നാളായി ഇത്തരത്തിൽ മരണചിന്ത നിന്റെ പുറകെ കൂടിയിട്ട്? എത്ര നാളായി? പെട്ടെന്ന് പറയും, പെട്ടെന്ന് പറയും. 6 വർഷം. 6 years. അത് നിന്നെ വിട്ടുപോകുന്നു. വിളിച്ചോ മോനെ, വിളിച്ചോടാ. യേശുവേ വിളിച്ചോ. 6 വർഷം 4 പ്രാവശ്യം പ്രാണനെ അപഹരിക്കാൻ എടുത്തിരുത്തിക്കോ അവളെ. അവൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. മുട്ടുകുത്തിക്കോ മോനെ. അവിടെ ഇങ്ങോട്ട് നോക്കിക്കോ. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഡോക്ടറെ മാറിയുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന നിമിഷങ്ങളാണ്. ചരിത്രം മാറുകയാണ്. ഇവിടെ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അയ്യോ, കർത്താവിന്റെ മഹത്വം ഈ ഭവനത്തിലേക്ക് ഇറങ്ങുകയാണ്. Power of the Holy Spirit. ഈ മകൾക്ക് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ ചെറുപ്പക്കാരും നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു.
കർത്താവിൻ്റെ മഹത്വം ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്. ദൈവം നമ്മോട് സംവദിക്കുന്ന നിമിഷം. ടുഡേ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രേരണ വരുന്നുണ്ടല്ലേ അകത്ത്. മേക്ക് ദാറ്റ് ഡിസിഷൻ now. മേക്ക് ദാറ്റ് ഡിസിഷൻ. ആ തീരുമാനം എടുക്കുക. പരിശുദ്ധാത്മാവ് സഹായിക്കും. നീ എത്ര പ്രാവശ്യം ഇതിനു മുമ്പ് ആ തീരുമാനം എടുത്തു എന്നുള്ളതല്ല പ്രശ്നം. ഇന്നെടുക്കുന്ന ഈ തീരുമാനത്തിൽ നീ മുമ്പോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. യെസ് യെസ് യെസ്, ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു. ഒരുമിച്ച് ഒന്ന് കൈനീട്ടി പ്രാർത്ഥിച്ചോ. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, നവമായി ചൈതന്യവുമായി ഇറങ്ങി വരണമേ. ആള് മാറിയവനെ പോലെ അഭിഷേകം സ്വീകരിക്കട്ടെ ഈശോ. നന്നായിട്ട് ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഇവൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്ട്രഗിളിനകത്തുനിന്ന് കർത്താവ് ഈ മകനെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. Let us pray for him. All of you stretch your both hands towards him and pray, 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 pray now, pray now in the mighty name of Jesus. Oh Holy Spirit, oh Holy Spirit, move into his life. ഈ മകന്റെ ജീവിതത്തിലേക്ക് വ്യാപിക്കണമേ. ഈ മകന്റെ ജീവിതത്തിലേക്ക് വ്യാപിക്കണമേ. 23 ദിവസത്തിനകത്ത്, within 23 days, he want to take a decision. Help of Holy Spirit to take the decisions of his major decisions of his life. അവന്റെ ജീവിതത്തിൽ ബൃഹത്തായ തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവേ അടുത്ത 23 ദിവസത്തിനകത്ത് ഈ മകനെ കൃപ കൊണ്ട് നിറച്ച ഒന്ന് കൈയടിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചു. Holy Spirit is helping you. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നു മകനെ. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നു. യേശുവേ, ഇവിടെ നിൽക്കുന്നവരിൽ ആരാണ് ജെയിംസ് എന്ന പേരുള്ള ആള്? ഇവിടെ നിൽക്കുന്നവരിൽ ആരാണ് ജെയിംസ് എന്ന പേരുള്ള ആള്? ജെയിംസ് ആണോ? ജെയിംസ് ആണോ? ജെയിംസേ, നന്നായിട്ട് ഹൃദയം ഒന്ന് സമർപ്പിച്ച കൂട്ട. നന്നായിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ. നന്നായിട്ട് ഹൃദയം ഒന്ന് സമർപ്പിച്ചേ. കർത്താവ് എന്തോ നിന്റെ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിന്റെ പേപ്പറുകളെല്ലാം മേടിച്ചോണ്ട് പോയി ആ റിലേറ്റീവ് നിന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലേ? നീ മെസ്സേജ് അയച്ചിട്ട് ആ മെസ്സേജ് റീഡ് പോലും ആകുന്നില്ലല്ലേ? ഇല്ല. ജീസസ്, ജോസഫിനെ അപ്പക്കാരൻ മറന്നുപോയി. പക്ഷെ ജോസഫിന്റെ ദൈവം ജോസഫിനെ മറന്നില്ല. നീയാണ് ജോസഫ് ജെയിംസ്. നീ സഹായിക്കുമെന്ന് വിചാരിച്ചവൻ അവൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞിട്ടും നീ അവന്റെ പിന്തുടർന്നു. പക്ഷെ അവൻ നിന്നെ സഹായിച്ചില്ല. മറ്റൊരുത്തൻ നിന്റെ പണവുമായി മുങ്ങിയല്ലേ? അല്ലേ? മുങ്ങി. യെസ് ജീസസ്. ടുഡേ ഇന്ന് നിന്നെ കാണുന്നവൻ അറിയുന്നവൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. ഈ ഡിവൈനിൽ വെച്ച് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക ജെയിംസ്. നിന്നോട് അവൻ പറയുകയാണ്, അവർക്കെല്ലാം നിന്നെ മറക്കാൻ പറ്റും, പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. They can easily forget you, but I cannot forget you. അപ്പക്കാരൻ നിന്നെ മറന്നാലും, ഓ ജീസസ്, കഴിഞ്ഞ 1.5 മാസമായിട്ട് കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും പീഡനം അല്ലേ? നന്നായിട്ടൊന്ന് ഒരുങ്ങിക്കോ. ഈ ധ്യാനം കഴിഞ്ഞ് ഡിവൈനിൽ നിന്ന് ഇറങ്ങുമ്പം എന്നെ കൃത്യമായി കാണിക്കുന്ന ചിത്രം ഞാൻ പറയട്ടെ. നിന്റെ തലയിൽ ഒരു കിരീടം ദൈവം വെക്കുന്നു. God is honoring you with a crown
In front of my eyes, I can see that Holy Spirit is moving into your life. പരിശുദ്ധാത്മാവ് ഇവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ it's a different story. Among your group, ask who is suffering with the pain in the jaw. I'm telling you, madam. Who is suffering with the pain in the jaw? Receive your healing. Get up. Jesus is touching you now. What's your name? Huh? Not only you, another one in your group. Yes, get up. Receive your healing touch. Jesus is healing you. Your problem is not in the jaw, but it's above. Am I correct? Yes. But yours is exactly in the jaw. Yes. Jesus is touching you both now. You all came all the way from Coimbatore, Kodaikanal, just to receive this touch of the Lord. Today He's encountering you, and you are under the encounter of Jesus. His marvelous hand and miraculous touch is moving for you. The time has come. In your nostrils, Jesus is touching you, sister. Yes. This is the spot. Yes. I can see in my spirit, that's what I'm saying. The touch, you touch here. Yes. That's the place. Am I correct or not? Yes. Jesus is touching you. Power of the Holy Spirit is moving over your life. Hallelujah. Oh, Jesus. Oh. ജെയിംസേ, എടാ ജീവിതം മാറിയടാ. വിശ്വസിക്കുന്നു. ഉറപ്പിച്ചോ? എന്തിനു വേണ്ടിയാണ്? എത്ര വാതിലുകൾ നീ മുട്ടി അല്ലേ? ഒരു ജോലി അല്ലേ? വേറൊന്നും നീ ചോദിച്ചില്ലല്ലോ? വേറെ ചോദിച്ചത് അത് ഡിവൈനി വെച്ച് കർത്താവ് തുറന്നു കഴിഞ്ഞു കൂട്ടാ. നീ ഒന്ന് വിശ്വസിച്ചോ? വിശ്വസിക്കുന്നു. ഉറപ്പിച്ചോ? പോയൊരു പൗരോഹിത്യ ആശീർവാദം മേടിച്ചോ? പോയൊരു കൈ മേടിച്ചോ? ഇതൊരു കൃപയായിട്ട് നിന്റെ ജീവിതത്തിൽ മാറും. കൈ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നന്നായിട്ട് എഴുന്നേറ്റ് നിന്ന് രണ്ടായിട്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു മാമോദീസയിലൂടെ വീണ്ടും ജനിച്ചവനാണ് ഞാൻ. അങ്ങനെ വീണ്ടും ജനിച്ച ഞാൻ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിലുള്ള ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചവനും കാറ്റുപോലെയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തടുത്തു നിർത്താൻ കഴിയാത്ത ആവർത്തിച്ചു പറഞ്ഞു, തടുത്തു നിർത്താൻ കഴിയാത്ത ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ യേശു എന്നെ മാറ്റിയിരിക്കുന്നു. Jesus is transforming me. Like a wild wind, like a violent wind. When they were together in the upper room, it was the arrival of the Holy Spirit. All the house where they were seated was filled with the Holy Spirit, and they started speaking in tongues. Similarly, today when you are here, that mighty wind is blowing in this place and moving over your life. Every circumstances of your life, receive it in the name of Jesus.
സ്വീകരിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ കൊടി, നീ ഒരു വലിയ ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ. നിന്റെ നാവിൽ ദൈവം വചനം തന്നിട്ടുണ്ട്. പറയാൻ തുടങ്ങണം, പറയാൻ തുടങ്ങണം. നിന്നെ ദൈവം വചനം പരമേൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കയ്യിൽ വചനമുണ്ട്. പറയാൻ തുടങ്ങണം, പഠിക്കാൻ തുടങ്ങണം, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പ്രാപ്തി നേടിക്കണം. നീ ഒരു ശുശ്രൂഷകനാണ്. കർത്താവ് നിന്നെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വിളിച്ചിരിക്കുകയാണ്. ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ ബ്രദർ. സമയമായി സഹോദരങ്ങളെ, സമയമായി സഹോദരങ്ങളെ. ഇത് കൃപയുടെ സമയമാണ്. ഇത് കൃപ. എന്ത് ബ്രദർ എന്നാ ചെയ്യുന്നത്? ബ്രദർ എന്നാ ചെയ്യുന്നത്? അച്ഛനാവാൻ പോയിട്ട് തിരിച്ചു വന്നത്. അച്ഛനാവാൻ പോയിട്ട് തിരിച്ചു വന്നത്. അച്ഛനാവാൻ പോയിട്ട് തിരിച്ചു വന്നു. നിന്നെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ആ ദൈവവിളി കിടക്കുക. നീ വിട്ടിട്ടും നിന്നെ അത് വിട്ടിട്ടില്ല. നീ അനേകയുടെ നടുവിൽ നിന്ന് വചനം പറയുന്നത് ഞാൻ കാണുന്നു. എന്നെ കാണിച്ചോണ്ടാ ഞാൻ പറയുന്നത്. ഞാനല്ലാതിന് വെറുതെ പറയുന്നത്. നീ കറുത്ത ഷർട്ട് ഇട്ടാലും ചുമന്ന ഷർട്ട് ഇട്ടാലും നീല ഷർട്ട് ഇട്ടാലും നിനക്ക് തേച്ച് മായ്ച്ച് കളയാൻ പറ്റാത്തൊരു വിളി നിന്നെ പിന്തുടരുന്നുണ്ട്. നിന്റെ പുറകെ നടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മേലെ തെരഞ്ഞെടുപ്പുണ്ട് മകനെ. ഞാനത് അറിയുന്നോണ്ടാ പറയുന്നത് കേട്ടോ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനത് മനസ്സിലാക്കുന്നോണ്ടാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ആരാണ് ആ സഹോദരി? ആരാണ്? 9 പ്രാവശ്യം കൊളനോസ്കോപ്പി, എൻഡോസ്കോപ്പിക്ക് വിധേയമായിട്ടും വയറ്റിലെ പ്രശ്നം, വയറിനകത്തുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ ആ സഹോദരി എവിടെയിരിക്കുന്നു? ഒന്ന് കരമുയർത്തിക്കേ. 9 പ്രാവശ്യം എൻഡോസ്കോപ്പിക്കും കൊളനോസ്കോപ്പിക്കും പല സമയങ്ങളിൽ പല വർഷങ്ങളായിട്ട് വിധേയപ്പെട്ടിട്ടും വയറിനകത്ത് ദഹനേന്ദ്രിയത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ആ വ്യക്തി എവിടെയാ നിൽക്കുന്നത്? ഒന്ന് കൈയുയർത്തിക്കേ. നന്നായിട്ട് കൈയുയർത്തി കാണിക്കേ. പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, ആ മകളോട് അങ്ങയുടെ കരുണ തോന്നണമേ. സ്നേഹത്തിന്റെ ശക്തിയാൽ അവളെ തുടരണമേ. ഈ നിമിഷത്തിൽ അവൾ സൗഖ്യമാവട്ടെ. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ നവമായ ചൈതന്യത്തിന്റെ ശക്തി ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും വ്യാപിക്കട്ടെ. എനിക്കറിയാം ഇത് കൃപയുടെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. നിത്യസ്നേഹത്തിന്റെ ഉറവിടമായ ദൈവമേ, ആളുമാറിയ അനുഭവത്തിൽ നിന്റെ മക്കളെ നയിക്കണമേ. ബന്ധനങ്ങളെ അഴിക്കണമേ. കെട്ടുകളെ പൊട്ടിക്കണമേ. ചങ്ങലകളെ അഴിച്ചിറക്കണമേ. അഭിഷേകത്തെ പകരണമേ. പരിശുദ്ധാത്മാവിനെ പകരണമേ. ഓ, ഞാൻ വീണ്ടും ജനിച്ചവനാണ്. ഞാൻ ദൈവരാജ്യത്തിലാണ്. ഞാൻ കാറ്റുപോലെയാണ്. കൊടിയ കാറ്റടിക്കുന്ന പോലെ അങ്ങനെ നിന്റെ മക്കളുടെ ജീവിതം മാറുവാൻ പരിശുദ്ധ അമ്മേ, ഭാഗ്യപ്പെട്ട പിതാവേ, തിരുകുടുംബമേ, സകല വിശുദ്ധരെ, സ്വർഗീയ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് സ്തുതിച്ചോ. ഇരിക്കുക, 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 ഇരിക്കുക. ഇവിടെ അല്ല, സ്വസ്ഥാനങ്ങളിലേക്ക് പോവുക. സ്വസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുക. കൂട്ടോ, നീ എവിടെ നിൽക്കണേടാ? നീ എവിടെ നിൽക്കണേ? നിന്നോടിത് പറഞ്ഞിട്ട് വിടാൻ പറ്റുള്ളൂ. ബാ, ഇരിക്കുക. എല്ലാവരും അവിടെ ഇരിക്കുക. എൻ്റെ പേരെന്താ കൂട്ടാ? അഭിനേ. നല്ലതായിട്ട് ഹൃദയം തുറന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം നല്ലതായിട്ട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ. നിന്നെ ചുറ്റിപ്പറ്റിയുള്ള വലിയ കർത്താവിൻ്റെ ഹിതങ്ങൾ വെളിപ്പെട്ട് വരുന്നുണ്ട്. നിന്നോട് 2 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അവിടെ നില്ലേ, ഞാൻ പറയാം. ഇത് സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ മാത്രം